ഹലോ വെൽക്കം ബാക്ക് ടു അനദർ ഗ്രാഫിക് ഡിസൈൻ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് കുറച്ച് ഡിസൈനിൽ ഉപയോഗിക്കാവുന്ന എലമെൻസിനെ പറ്റിയിട്ടാണ്. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പോസ്റ്ററിനുള്ള ക്യാൻവാസ് ഓപ്പൺ ചെയ്യുന്നു. ഏറ്റവും ടോപ്പിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് എന്നുള്ളടത്ത് പോസ്റ്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്ററിൻ്റെ വിഡ്ത്തിലും ഹൈറ്റിലും വരുന്ന ഒരുപാട് ക്യാൻവാസ് നിങ്ങൾക്കിവിടെ കിട്ടും. ഫസ്റ്റ് വരുന്ന പോസ്റ്റ് കാർഡാണ്. രണ്ടാമത് പോസ്റ്റർ ഡബിൾ സൈഡ് ലാൻഡ്സ്കേപ്പാണ്. ലാൻഡ്സ്കേപ്പ് അല്ല വേണ്ട, നമുക്ക് പോർട്രേറ്റ് ആണ്. നാലാമത്തത് പോസ്റ്റർ ഡബിൾ സൈഡ് A3 പോർട്രേറ്റ് നമുക്ക് വേണ്ടത്. സെർച്ച് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ഓരോ എലമെൻറ്റ്സ് ആഡ് ചെയ്ത് നോക്കാം. എലമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് ഞാൻ ഗ്രൂപ്പിലേക്ക് അയച്ചിരുന്നു. ഞാൻ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ 100 ഡിസൈൻ എലമെൻറ്റ്സ് കീവേഡ്സ് നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാനൊരു പാറ്റേൺ ആൻഡ് ടെക്സ്ചറിൽ വരുന്ന ഹാഫ് ടോൺ ഡോട്ട് ഗ്രേഡ് സെർച്ച് ചെയ്യാം കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്താൽ ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ചെയ്തതിന് ശേഷം കോപ്പി ചെയ്യാം കേട്ടോ. എന്നിട്ട് ക്യാൻവ ഓപ്പൺ ചെയ്യുക, എലമെൻറ്റ്സ് ഓപ്പൺ ചെയ്യുക, സെർച്ച് എലമെൻറ്റ്സ് എന്നുള്ളതിൽ ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് ഹാഫ് ടോൺ ഡോട്ട് ഗ്രേഡ് എന്ന് പറയുന്ന എലമെൻറ്റ്. ഡിസൈനിലൊക്കെ നമുക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണിത്. ഡിസൈനിൽ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് എന്ത് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് ഒരു എലമെൻറ്റ് പരിചയപ്പെടാം. അതിനായിട്ട് ഞാൻ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഓർഗാനിക് മാർബിൾ ശേഷം ഈ ടെക്സ്റ്റ് ഞാൻ കോപ്പി ചെയ്യാണ്. ഈ എലമെൻറ്റ്സൊക്കെ നിങ്ങൾ ഡിസൈനിൽ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസൈൻ എന്ത് ചെയ്യും, വളരെ അടിപൊളിയാവും കേട്ടോ. സെർച്ച് ചെയ്യുന്നു. ആ ഒരു എലമെൻറ്റ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ആഡ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്തൊരു എലമെൻറ്റ് നോക്കാം. അടുത്തത് ഡിസ്ട്രസ്ഡ് പേപ്പർ ടെക്സ്ചർ. ശേഷം ഒരു ടെക്സ്റ്റ് ഞാൻ കോപ്പി ചെയ്യുന്നു. ക്യാൻവാസ് ഓപ്പൺ ചെയ്യുന്നു. ആഡ് ചെയ്ത് നോക്കട്ടോ. നിങ്ങൾ ഡിസൈനിൽ നിങ്ങളിതൊക്കെ എന്ത് ചെയ്യുക, ആനുപാതികമായിട്ട് ഓരോ ഡിസൈനിലും ചേർക്കാൻ പറ്റുന്ന എലമെൻറ്റ് ഓരോ ഡിസൈനിൽ ചേർക്കുക. എല്ലാ ഡിസൈനിലും ചേർക്കരുത് കേട്ടോ. നോക്കുക നിങ്ങൾ. എന്നിട്ട് നിങ്ങളുടെ ഡിസൈനിൽ പറ്റിയ എലമെൻറ്റ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ചേർക്കുക. അപ്പോഴൊക്കെ നിങ്ങൾ ഡിസൈൻ അടിപൊളിയാവും. ഇതൊരു ഫ്രെയിം പോലത്തെ സംഭവം കേട്ടോ. ഇതൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇനി അടുത്ത് ഞാൻ ഈ പാറ്റേൺ വിടുകയാണ്. അത് ഷേപ്പ് എടുക്കാം കേട്ടോ. ഷേപ്പിൽ ക്രിയേറ്റീവ് ജിയോമെട്രിക് ഷേപ്സ് എടുക്കുക. ഞാനോട് ടെക്സ്റ്റ് കോപ്പി ചെയ്തു കേട്ടോ. ശേഷം ഞാൻ എലമെൻറ്റ്സ് എടുക്കുന്നു. എലമെൻറ്റ്സിൽ സെർച്ചിൽ ഇവിടെ പേസ്റ്റ് ചെയ്യണം കേട്ടോ. ക്രിയേറ്റീവ് ജിയോമെട്രിക് ഷേപ്പ്. ഇവിടെ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ജിയോമെട്രിക് ഷേപ്പ് ഒരുപാട് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ. നമുക്ക് ഡിസൈനിൽ കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാവും കേട്ടോ.
കൊടുത്ത് നോക്കിയിട്ട് നിങ്ങൾ ഡിസൈൻ്റെ താഴത്തൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. താഴത്ത് കൊടുക്കാൻ വേറെ തന്നെ ഉണ്ട് കേട്ടോ, പറഞ്ഞുതരാം. അടുത്ത് നോക്കാം, അബ്സ്ട്രാക്ട് ലിക്വിഡ്. ടെക്സ്റ്റ് ഞാൻ കോപ്പി ചെയ്യുന്നു, ക്യാൻ ഓപ്പൺ ചെയ്യുന്നു, ഇതിൽ ഞാൻ എലമെൻറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു. എലമെൻറ്റ്സ് ഞാൻ സെർച്ച് ചെയ്യുകയാണ്. ഇതാണ് സാധനം കേട്ടോ. കുറേ ഡിസൈനിൽ ഇത് കൊടുത്താൽ രസം ഉണ്ടാവും കേട്ടോ. എല്ലാ ഡിസൈനിലും പറ്റൂല, ചില ഡിസൈനിൽ പറ്റും. ഇനി അടുത്ത് നോക്കാം. ഫ്ലോട്ടിംഗ് 3D നോക്കി നോക്കട്ടെ, നമുക്ക് എന്താ പാട് നോക്കാം. അടുത്ത് നമുക്ക് വേറെ കാറ്റഗറി നോക്കാം. ടൈപ്പോഗ്രാഫി, കട്ടൗട്ട് ലെറ്റർ ഫോംസ്. ഇത് വേറെ ലെറ്റർ ഉണ്ട് കേട്ടോ. ലെറ്റർ നമുക്ക് വെച്ച് ടൈപ്പോഗ്രാഫി ക്രിയേറ്റ് ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയും.